ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ബൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഒന്നാമത്, നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം വാഹനത്തിലുള്ള ബ്രേക്ക് പാഡ്സ് കറക്റ്റ് ടൈമിൽ മാറാതിരിക്കുന്നതാണ്. നമ്മുടെ വാഹനത്തിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു ബ്രേക്ക് പാഡ്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്ക് പാഡ് പോയി ആ ഒരു ബ്രേക്ക് ഡിസ്കിലേക്ക് പ്രസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ കാരണമാണ് നമ്മുടെ വാഹനം അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു ബ്രേക്ക് പാഡിൽ നിന്നും ആ ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽസ് കുറച്ചായിട്ട് തേഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് തവണ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഈ ബ്രേക്ക് പാഡ്സിലുള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽസ് കുറേ തേഞ്ഞ് പോയി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ പിന്നെ അവിടെ കിട്ടാതെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബൈക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ നിർത്താൻ സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ആ ഒരു വാഹനം നിർത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് പെർഫോമൻസ് അത് മോശമായിട്ട് ബാധിക്കും. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രേക്ക് പാഡ്സ് നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റ് ടൈമിൽ മാറ്റണം. ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്ക് പാഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡ്രം ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക് ഷൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. രണ്ടും നമ്മൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് മാറ്റണമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഓരോ ബ്രേക്കിൻ്റെ ഉപയോഗം പോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ തേയ്മാനം. അതായത് നിങ്ങളുടെ വണ്ടിയുടെ യൂസർ മാനുവൽ ഇത്ര കിലോമീറ്ററിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് മോശമായിട്ട് തോന്നുന്നു, നിങ്ങൾ ആ ഒരു ഉദ്ദേശിച്ച ഡിസ്റ്റൻസിൽ വണ്ടി നിർത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പഴയ ഒരു ബ്രേക്കിംഗ് പെർഫോമൻസ് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയിട്ട് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുക. ഇത് വലിയ പൈസ വരുന്ന കാര്യമൊന്നുമല്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്ക് പാഡ്സ് തന്നെ ഉപയോഗിക്കുക. ബ്രേക്ക് പാഡ്സിൻ്റെ ക്വാളിറ്റിയിലൊന്നും നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെയും നിങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ ഒരു തേഞ്ഞ് തീരാറായിട്ടുള്ള ബ്രേക്ക് പാഡ് ഉപയോഗിച്ച് പിന്നെയും ഓടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വാഹനത്തിൻ്റെ ഡിസ്കിനെ ഡാമേജ് വരുത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ ഒരു ബ്രേക്ക് പാഡ് നോക്കി കാണാൻ സാധിക്കും, ഒരു മെറ്റൽ ബാക്കിംഗ് പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽസൊക്കെ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബാക്കിംഗ് പ്ലേറ്റ് ആയിരിക്കും ആ ഒരു ഡിസ്കിനോട് പ്രസ് ആവുന്നത്. അപ്പോൾ അത് ആ ഒരു ബ്രേക്ക് ഡിസ്കിനെ തന്നെ ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എൻജിൻ ഓയിൽ മാറാതിരിക്കുന്നതാണ്. എൻജിൻ ഓയിൽ വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കറിയാം, എൻജിനകത്തുള്ള മൂവിങ് പാർട്സുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, എൻജിനെ കൂൾ ചെയ്യുക, എൻജിനെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് എൻജിൻ ഓയിലിൻ്റെ ഫങ്ഷൻസ്. നമ്മുടെ ബൈക്കിൽ എൻജിൻ്റെ മാത്രമല്ല, നമ്മുടെ ബൈക്കിനകത്തുള്ള ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ക്ലച്ച്, ഈ ഭാഗങ്ങളൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതും കൂൾ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു എൻജിൻ ഓയിൽ തന്നെയാണ്. നമ്മൾ എൻജിനിൽ ഒഴിക്കുന്ന സെയിം എൻജിൻ ഓയിൽ തന്നെയാണ് ഈ ക്ലച്ചിലൂടെയും നമ്മുടെ ഗിയർ ബോക്സിലൂടെയും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത്. എൻജിൻ ഓയിലിനൊരു ലൈഫ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എൻജിൻ ഓയിലിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ ഒരു വിസ്കോസിറ്റി റേറ്റിംഗ്സിലൊക്കെ ചേഞ്ച് വരും. പിന്നെ ആ ഒരു എൻജിൻ ഓയിലിൽ നമ്മുടെ എൻജിനെയും കമ്പോണൻസിനൊന്നും കറക്റ്റായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു എൻജിൻ ഓയിൽ എൻജിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് എൻജിൻ ഓയിൽ എൻജിൻ്റെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ സർക്കുലേറ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു കാർബൺ പാർട്ടിക്കിൾസും മെറ്റൽ തരികളൊക്കെ ഈ ഒരു എൻജിൻ ഓയിലിൽ അടിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എൻജിൻ ഓയിലിന് പിന്നെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്രയും മലിനമായിട്ടുണ്ടായിരിക്കും ആ ഒരു എൻജിൻ ഓയിൽ. അപ്പോൾ ആ ഒരു എൻജിൻ ഓയിൽ നമ്മൾ കറക്റ്റ് ഇൻ്റർവെല്ലിൽ മാറ്റണം. പിന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ പവർ ലോസ്, ഫ്യൂവൽ എഫിഷ്യൻസി കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ലൈഫ് തീർന്ന എൻജിൻ ഓയിൽ പിന്നെയും നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻജിൻ ഓയിൽ ബ്രേക്ക് ഡൗൺ ആയത് തിക്കായി സ്ലഡ്ജ് പോലെ രൂപപ്പെടും. ഈ ഒരു സ്ലഡ്ജ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എൻജിൻ ഓയിലിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനും എൻജിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ ലൂബ്രിക്കേഷൻ കിട്ടാതെ അവിടെയൊക്കെ ഫ്രിക്ഷൻ കൂടി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വലിയ സീരിയസ് ആയിട്ടുള്ള പവർ ലോസിലേക്കും ഫ്യൂവൽ എഫിഷ്യൻസി ഷോർട്ട് ആവാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു സ്ലഡ്ജ് എൻജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവിടെ അടിഞ്ഞുകൂടി അവിടെ പറ്റി പിടിക്കും. പിന്നെ ആ ഒരു എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എൻജിൻ ഓയിൽ ഫ്ലഷൊക്കെ ഉപയോഗിച്ചിട്ട് വേണ്ടി വരും ആ ഒരു എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാൻ. അതുപോലെ തന്നെ എല്ലാ എൻജിനകത്ത് വെച്ചും വളരെ ചെറിയ അളവിൽ എൻജിൻ ഓയിൽ കത്തി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻജിൻ ഓയിൽ ഒരുപാട് കാലം കുറച്ചായിട്ട് കത്തി ലാസ്റ്റ് ആ ഒരു എൻജിൻ ഓയിലിൻ്റെ അളവ് വളരെയധികം കുറയും. നിങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങനെ ഓയിൽ മാറാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ എൻജിൻ ഓയിലിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻജിൻ പാർട്സുകൾക്കൊക്കെ വേണ്ട ലൂബ്രിക്കേഷൻ അവിടെ കിട്ടാതെ വരും. അതും വലിയ എൻജിൻ ഫെയിലിയറിലേക്ക് പോകും. അപ്പോൾ എൻജിൻ ഓയിൽ എപ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഈ ഒരു എൻജിൻ ഓയിൽ ചേഞ്ചിങ് ഇൻ്റർവെല്ലിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഏത് ടൈപ്പ് എൻജിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ മിനറൽ എൻജിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2500 മുതൽ 3000 കിലോമീറ്റർ ആ ഒരു റേഞ്ചിനിടയിൽ ആ ഒരു എൻജിൻ ഓയിൽ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെമി സിന്തറ്റിക് എൻജിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ ഒരു 4000 കിലോമീറ്റർ വരെ ഉപയോഗിക്കാം. ഇനി ഫുള്ളി സിന്തറ്റിക് എൻജിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ 6000 കിലോമീറ്റർ വരെയും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇതൊക്കെ ഒരു ആവറേജ് നമ്പേഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടായിരിക്കും, അതിൽ മാറുന്നതായിരിക്കും നല്ലത്. ഒരു ആവറേജ് കണക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എപ്പോഴും ആ ഒരു റേഞ്ചിനകത്ത് മാറുക. അപ്പോൾ നല്ല പെർഫോമൻസും നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും പവറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. പെൻറ്റാസ്റ്റാർ എഞ്ചിൻ ഓയിൽ. ഹൈ ക്വാളിറ്റി വെർജിൻ ബേസ് ഓയിലാണ് ഞങ്ങളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു വേരിയൻറ്റ് പോളിട്രോൺ പെർഫോമൻസ് അഡിറ്റീവ് ആഡ് ചെയ്തിട്ടുള്ള വേരിയൻ്റാണ്. ഈ പോളിട്രോണിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്. ആ ഒരു അഡിറ്റീവ് ആഡ് ചെയ്തിട്ടുള്ള ഓയിലാണിത്. ഇത് ആഡ് ചെയ്യാത്ത വേരിയൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ബൈക്കിനുള്ള ഓയിൽസ് മാത്രമാണുള്ളത്. ബൈക്കിനും സ്കൂട്ടറിനുമുള്ള ഓയിൽസ് ഉണ്ട്. കാറിനുള്ളത് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല, ഭാവിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഓയിലാണ്, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഹൈ ക്വാളിറ്റി ഓയിലാണ്. ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. കേരളത്തിലെവിടെയും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിലുള്ള എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബൈക്കിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിൻ ഓയിൽ മാത്രം ഉപയോഗിക്കണം. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ ഓയിലും അതുപോലെ തന്നെ കാറിൻ്റെ എഞ്ചിൻ ഓയിലൊന്നും നിങ്ങൾ ബൈക്കിൽ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബൈക്കിലുള്ള എഞ്ചിനും ക്ലച്ചും ഗിയർ ബോക്സും ഇത് കൂടെ എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരേ സെയിം എഞ്ചിൻ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും ലൂബ്രിക്കേറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു എഞ്ചിൻ ഓയിലിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ട് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ബൈക്കിലുള്ള ക്ലച്ച്, അധികം ബൈക്കുകളിൽ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ബൈക്കുകളിലും വെറ്റ് ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് ബൈക്കുകൾ മാത്രമാണ് ഡ്രൈ ക്ലച്ച് ഉപയോഗിക്കുന്നത്. വെറ്റ് ക്ലച്ച് എന്താ വെച്ചാൽ, ഈ ഒരു ക്ലച്ച് പാക്ക് എഞ്ചിൻ ഓയിലിൽ കുളിച്ചാണ് കിടക്കുന്നത്. ഈ ഒരു ക്ലച്ച് പാക്കിനെ കൂൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനോടെ. അതുപോലെ തന്നെ ഒരു ക്ലച്ചിനെ നമ്മുടെ എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുകയും വേണം. കാരണം ഈ ക്ലച്ച് തേഞ്ഞു പോകുന്ന പാർട്ടിക്കിൾസൊക്കെ ഈ ഒരു എഞ്ചിൻ ഓയിലാണ് ക്ലീൻ ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഈ ക്ലച്ചിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എഞ്ചിൻ ഓയിലിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈക്കിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ നമ്മുടെ ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാറിൻ്റെ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ എടുത്ത് നമ്മുടെ ബൈക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ എഞ്ചിൻ ഓയിലൊന്നും ഈ ഒരു ക്ലച്ചിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിൻ ഓയിൽ നമ്മുടെ ബൈക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിൻ്റെ പെർഫോമൻസിനെ അത് മോശമായിട്ട് ബാധിക്കും. നമ്മുടെ ആ ഒരു ക്ലച്ച് ലിവറിൻ്റെ ഫീഡ്ബാക്കിന്, ആ ഒരു ക്ലച്ചിനൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലച്ച് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈക്കിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ബൈക്കിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിൻ ഓയിൽ മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ബൈക്കിൽ ചെയ്യാൻ പാടില്ലാത്ത അടുത്ത പ്രധാനപ്പെട്ട കാര്യം, തേഞ്ഞു തീർന്ന ടയർ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് വരുന്നത്. നിങ്ങളെ വാഹനത്തിലുള്ള തേഞ്ഞു തീർന്ന ടയറൊക്കെ മാറ്റി നല്ല പുതിയ ഹൈ ക്വാളിറ്റി ടയർ വാങ്ങിയിടുക. ഇനി നിങ്ങൾ ടയർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ലൈഫ് തരുന്ന തേയാത്ത ടയറുകൾ നിങ്ങൾ വാങ്ങിക്കരുത്. ഒരുപാട് ലൈഫ് തരുന്ന ടയറുകൾ അത് തേയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ടയർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ ഭയങ്കര ഹാർഡായിരിക്കും. ഹാർഡ് റബ്ബർ തേയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഗ്രിപ്പ്, ആ ഒരു ടയർ നൽകുന്ന ഗ്രിപ്പ് കുറവായിരിക്കും. ഹാർഡ് റബ്ബർ നൽകുന്ന ഗ്രിപ്പ് വളരെ കുറവായിരിക്കും. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഗ്രിപ്പാണ്. ലൈഫ് വേണം, എന്നാലും നമുക്ക് ഒരുപാട് ലൈഫ് ഇങ്ങനെ ഗ്രിപ്പില്ലാതെ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഹൈ ക്വാളിറ്റി ടയർ, നിങ്ങൾ പൈസ അധികം നോക്കരുത്, ടയറിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. നല്ല ക്വാളിറ്റി ടയർ നിങ്ങളുടെ ബൈക്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ബ്രാൻഡ് ടയർ ഏതാണെന്നുള്ളതൊക്കെ റിസർച്ച് ചെയ്ത് നോക്കി, റിവ്യൂസൊക്കെ നോക്കി സെലക്ട് ചെയ്യുക. അതുപോലെ എപ്പോഴും ടയറിൽ കറക്റ്റ് എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമം 2 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ എയർ പ്രഷർ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അത് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാനും ഡ്രൈവിംഗ് കംഫോർട്ട് കിട്ടാനും അതുപോലെ തന്നെ ടയർ ലൈഫ് കിട്ടാനൊക്കെ സഹായിക്കും. ഇനി അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനത്തിൻ്റെ ചെയിനാണ്. ചെയിൻ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക, ലൂബ്രിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു 150 ml ഒരു ചെയിൻ ലൂബ് വാങ്ങി വെച്ചാൽ നിങ്ങൾ കടയിൽ പോയി ലൂബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെയിൻ ലൂബ് 150 ml വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 പ്രാവശ്യമെങ്കിലും മിനിമം ലൂബ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ ചെയിൻ കൊണ്ടു നടക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ചെയിൻ ലൈഫും അതുപോലെ തന്നെ നല്ലൊരു ഡ്രൈവിംഗ് ഒരു സുഖമൊക്കെ കിട്ടും. ഇനി നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ പൊടിയൊക്കെ നിറഞ്ഞ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനിലേക്കുള്ള എയർ ഫ്ലോ കുറയും. അത് പവർ കുറയാനും മൈലേജ് കുറയാനൊക്കെ കാരണമാവും. അതുകൊണ്ട് എയർ ഫിൽറ്റർ ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി വളരെ വൃത്തികേടായിട്ടുള്ള എയർ ഫിൽറ്റർ ആണെങ്കിൽ അത് മാറ്റി പുതിയൊന്ന് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.